സൗദി കിരീടാവകാശിയുടെ മേൽനോട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ സ്പോർട്സിനെ കൂടി സൗദി സ്വന്തമാക്കിയിരിക്കുകയാണ്. ഏതാണ്ട് 93% ഓഹരി സ്വന്തമാക്കിക്കൊണ്ട്. എന്താണ് സൗദിയുടെ പുതിയ നീക്കത്തിന് പിറകിൽ? എന്തൊക്കെ നേട്ടങ്ങളാകും ഇത് സൗദിക്ക് സമ്മാനിക്കുക? സ്വന്തമാക്കിയതിലൂടെ സൗദി അറേബ്യക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ പലതാണ്. ആരൊക്കെയാണ് വാങ്ങിയ ഈ കൺസോർഷ്യത്തിലുള്ളത് എന്ന് നോക്കാം. സൗദി അറേബ്യയുടെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അഥവാ PIF ആണ് പ്രധാനപ്പെട്ട പങ്കാളി. ഇതുകൂടാതെ അമേരിക്കൻ പ്രൈവറ്റ് ഇക്വിറ്റി കമ്പനിയായ സിൽവർ ലേക്ക്, ജറാദ് കുഷ്ണർ അഥവാ ട്രംപിന്റെ മരുമകന്റെ അഫിനിറ്റി പാർട്ട്നേഴ്സ് ഇവർ ചേർന്ന കൂട്ടായ നിക്ഷേപ സംഘമാണ് മുഴുവനായും വാങ്ങിയത്. ഓഹരിയിൽ 93.4% സൗദിക്കാണ്. 52,000 കോടി രൂപയുടെ മൂല്യമുണ്ട് സൗദിയുടെ നിക്ഷേപത്തിന്. സിൽവർ ലേക്കിന് 5.5%, അഫിനിറ്റി പാർട്ട്നേഴ്സിന് 1.1%മാണ് ഓഹരി. അമേരിക്കൻ കമ്പനിയായ ഇനി മുതൽ പൊതു ഓഹരി വിപണിയിലുണ്ടാവില്ല. പകരം അതൊരു സ്വകാര്യ കമ്പനിയായി ഇതോടെ മാറിക്കഴിഞ്ഞു. ഗെയിമിംഗ് ചരിത്രത്തിൽ മൈക്രോസോഫ്റ്റ് ആക്ടിവേഷൻ ബ്ലിസാർഡിനെ വാങ്ങിയതിനു ശേഷമുള്ള രണ്ടാമത്തെ വലിയ ഇടപാടാണിത്. ദി സിംസ്, മാസ് എഫക്ട് തുടങ്ങിയ ജനപ്രിയ ഗെയിമുകളുടെ നിർമ്മാതാക്കളാണ് ഈ ഇടപാടിൽ സൗദി അറേബ്യയുടെ PIF ഭൂരിപക്ഷ ഓഹരി ഉടമയാണ്. ഇതിനകം $36 ബില്യൺ അവർ നിക്ഷേപിച്ചത്. ബാക്കി തുകയ്ക്കായി $20 ബില്യൺ JP മോർഗൻ പോലുള്ള ബാങ്കുകളിൽ നിന്നും സൗദി കടമായി വാങ്ങും. ഈ കടഭാരം കമ്പനിയുടെ പ്രവർത്തനത്തെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ച് വിദഗ്ധർക്കിടയിൽ ചർച്ച നടക്കുന്നുണ്ട്. കാരണം JP മോർഗനിൽ നിന്നുള്ള കടബാധ്യത തീർക്കേണ്ടത് യുടെ ഒന്നിച്ചുള്ള ബാധ്യതയായിരിക്കും. യുടെ കഥ നോക്കാം. അഥവാ ഇലക്ട്രോണിക് ആർട്സ് അമേരിക്കൻ കമ്പനിയാണ്. മുമ്പ് ഫിഫ എന്നറിയപ്പെട്ടിരുന്ന കമ്പനി. പരമ്പരാഗതമായി വലിയ ബ്ലോക്ക് ബസ്റ്റർ ഗെയിമുകൾ മുതൽ ചെറിയ ഇൻഡി ഗെയിമുകൾ വരെ നൽകിയിട്ടുണ്ട്. സൗദി നേതൃത്വത്തിലുള്ള കൺസോർഷ്യം കമ്പനിയെ ഏറ്റെടുക്കുമ്പോൾ മുമ്പുള്ളതുപോലെ തന്നെ സൗദി വിരുദ്ധ ചേരി സജീവമാണ്. LGBTQ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സൗദിയുടെ നിലപാടെല്ലാമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. വീഡിയോ ഗെയിമുകൾ സംസ്കാരത്തിൻ്റെയും ആളുകളുടെയും പ്രതിഫലനമാണെന്ന് പറയുന്ന അമേരിക്കയിലെ നിരീക്ഷകർ PIF ഭൂരിപക്ഷ ഉടമസ്ഥതയിൽ സ്വാതന്ത്ര്യവും ലിംഗഭേദങ്ങളും LGBTQ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സെൻസർ ചെയ്യപ്പെടുമെന്ന് പറയുന്നു. അത് ഗെയിമിന്റെ ഉള്ളടക്കത്തെ വരെ ബാധിച്ചേക്കുമെന്നെല്ലാം അമേരിക്കൻ നിരീക്ഷകർ ആരോപിക്കുന്നു. യുടെ CEO ആൻഡ്രൂ വിൽസൺ തന്നെ സ്ഥാനത്ത് തുടരും. അദ്ദേഹം പറയുന്നത് ഭാവി തലമുറകളെ പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ സൃഷ്ടിക്കാൻ കമ്പനി തുടരുമെന്നാണ്. സൗദിയെ സംബന്ധിച്ച് ഇത് പ്രധാനപ്പെട്ട നേട്ടമാണ്. PIF സൗദി സർക്കാരിന്റെ 514 ബില്യൺ പൗണ്ട് വിലയുള്ള നിക്ഷേപ ഫണ്ടാണ്. ന്യൂകാസിൽ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബ്ബ് പോലുള്ള പല മേഖലകളിലും അവർ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഈ ഇടപാട് ഗെയിമിംഗ് ചരിത്രത്തിലെ രണ്ടാമത്തെ വലിയ ഏറ്റെടുക്കലാണ്. സൗദി അറേബ്യ എന്തുകൊണ്ട് ഇത്രയും വലിയ തുക ക്കായി ചിലവഴിക്കുന്നു എന്ന ചോദ്യം പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും സാമ്പത്തികമായുള്ള നേട്ടം സൗദിക്കുണ്ട്. 35 വർഷത്തെ പഴക്കമുള്ള കമ്പനിയും തുടർച്ചയായി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ലൈവ് സർവീസ് ഗെയിമുകളും ദീർഘകാല മൂല്യം നൽകുന്നു. കഴിഞ്ഞ വർഷം $7.5 ബില്യൺ ആയിരുന്നു യുടെ വരുമാനം. ബാറ്റിൽ ഫീൽഡ് 6 എന്ന ഗെയിം ആദ്യ 3 മാസത്തിനുള്ളിൽ 7 ദശലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിച്ചു. എന്നാൽ സാമ്പത്തിക നേട്ടത്തിനപ്പുറം ഇതൊരു സോഫ്റ്റ് പവർ ആസ്തിയായും സൗദിക്ക് മാറുന്നു. എന്താണ് സോഫ്റ്റ് പവർ? നോക്കാം. ഒരു രാജ്യത്തിന് മറ്റു രാജ്യങ്ങളുടെ മേലോ അല്ലെങ്കിൽ ലോക ജനതയുടെ മേലോ ബലപ്രയോഗത്തിലൂടെയല്ലാതെ സ്വന്തം സംസ്കാരം, ആശയങ്ങൾ, നയതന്ത്രം, വിനോദമേഖല, ഉൽപ്പന്നങ്ങൾ എന്നിവയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സ്വാധീനത്തെയാണ് സോഫ്റ്റ് പവർ എന്ന് വിളിക്കുന്നത്.
സൈനിക ശക്തിയോ സാമ്പത്തിക ഉപരോധങ്ങളോ ഭീഷണികളോ ഉപയോഗിച്ച് മറ്റുള്ളവരെ കൊണ്ട് കാര്യം സാധിക്കുന്നതിനെ ഹാർഡ് പവർ എന്നും പറയുന്നു. ഇതിൽ നിന്ന് മാറി സ്വന്തം ആകർഷണീയത കൊണ്ടും നന്മ കൊണ്ടും മറ്റുള്ളവരുടെ ഇഷ്ടവും പിന്തുണയും നേടിയെടുക്കുന്ന രീതിയാണ് സോഫ്റ്റ് പവർ. 1990കളുടെ തുടക്കത്തിൽ അമേരിക്കൻ രാഷ്ട്രീയ ശാസ്ത്രജ്ഞനായ ജോസഫ് നെയ് ആണ് ഈ ആശയം ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചത്. ഒരു രാജ്യത്തിന്റെ സംസ്കാരം, കല, സിനിമ, ഭക്ഷണം, കായികം, വിദ്യാഭ്യാസ നിലവാരം, ജനാധിപത്യ മൂല്യങ്ങൾ തുടങ്ങിയവയാണ് സോഫ്റ്റ് പവറിന്റെ ഉറവിടങ്ങൾ. ഉദാഹരണം നോക്കാം. ഹോളിവുഡ് സിനിമകളും മക്ഡൊണാൾഡ്സും ആപ്പിൾ ഫോണുകളും എന്നിവയിലൂടെ അമേരിക്ക ലോകത്താകമാനം ഉണ്ടാക്കിയെടുത്ത സാംസ്കാരിക സ്വാധീനം ചെറുതല്ല. അതൊരു സോഫ്റ്റ് പവറാണ്. സോഫ്റ്റ് പവർ കൊണ്ടുള്ള പ്രധാന നേട്ടങ്ങൾ പലതാണ്. ആഗോളതലത്തിലെ മികച്ച പ്രതിച്ഛായ, ടൂറിസവും വിദേശ നിക്ഷേപവും ഉയർത്തൽ, ആഗോള തീരുമാനങ്ങളിലെ സ്വാധീന ശക്തിയാകൽ, ഇവ സോഫ്റ്റ് പവറിന്റെ പ്രധാന നേട്ടങ്ങളാണ്. സോഫ്റ്റ് പവർ കൂടുതലുള്ള രാജ്യങ്ങളിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ലോകവിപണിയിൽ ഉയർന്ന സ്വീകാര്യത ലഭിക്കും. തൊഴിൽ, വിദ്യാഭ്യാസ മേഖലകളിലെ മുന്നേറ്റവും ഇതിന്റെ നേട്ടമാണ്. ചുരുക്കത്തിൽ, തോക്കുകളും യുദ്ധവിമാനങ്ങളും കാണിച്ച് ഭയപ്പെടുത്തുന്നതിനേക്കാൾ സംസ്കാരവും സ്നേഹവും മൂല്യങ്ങളും കാണിച്ച് ലോകത്തിന്റെ മനസ്സ് കീഴടക്കുന്നതാണ് സോഫ്റ്റ് പവർ. ഫലത്തിൽ സൗദിയെക്കുറിച്ച് ലോകത്താകമാനം പാശ്ചാത്യ മാധ്യമങ്ങൾ സൃഷ്ടിച്ചു വെച്ച നരേഷനും രീതികളുമുണ്ട്. അതിനെ അവരുടെ തന്നെ കമ്പനികളെ ഉപയോഗിച്ച് തിരിച്ചുപയോഗിക്കുകയാണ് ഇപ്പോൾ സൗദി അറേബ്യ. അതും അവരുടെ ടൂറിസം ഉൾപ്പെടെയുള്ള വിവിധ സ്വപ്നങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട്. ഫുട്ബോൾ, ഇ സ്പോർട്സ് മേഖലകളിൽ സൗദി സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ ഇടപാട് സൗദി അറേബ്യയുടെ പുതിയ നിക്ഷേപ തന്ത്രത്തിന്റെ ഭാഗമായി കാണാം. പരമ്പരാഗത വ്യവസായങ്ങളിൽ മാത്രമല്ല, സാങ്കേതിക വിദ്യ, വിനോദം, ഗെയിമിംഗ് തുടങ്ങിയ ആധുനിക മേഖലകളിലും വലിയ തോതിൽ സൗദി പണം നിക്ഷേപിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്ന ഒരു ആസ്തി സ്വന്തമാക്കുന്നതോടെ അവരുടെ സ്വാധീനവും വർദ്ധിപ്പിക്കാനാകും. സ്റ്റാർട്ടപ്പുകൾക്കും ചെറുകിട കമ്പനികൾക്കും ഇത് സൂചനയാണ്. സൗദി ഫണ്ടുകൾ ഇനി മുതൽ ഗെയിമിംഗ്, ഡിജിറ്റൽ വിനോദം, സാങ്കേതിക മേഖല എന്നിവയിൽ കൂടുതൽ താൽപ്പര്യം കാണിക്കാൻ പോവുകയാണ്. മൊത്തത്തിൽ സൗദി അറേബ്യയുടെ ആഗോള സ്വാധീന തന്ത്രത്തിന്റെ പുത്തൻ രൂപമാണിത്. പശ്ചിമേഷ്യൻ യുദ്ധം പരമ്പരാഗത വരുമാന മാർഗങ്ങളെ സൗദിയിൽ ബാധിച്ചിട്ടുണ്ട്. അതിനാൽ ഇതര വരുമാന മാർഗങ്ങൾ കൂടി സൗദി ഇതുവഴി തേടുന്നു. പുത്തൻ സ്റ്റാർട്ടപ്പുകൾക്കും ജൻസികൾക്കും പുതിയ അവസരങ്ങൾ ഇതുവഴി സൗദിയിലുണ്ടാകും. 10ഉം +2ഉം ഡിഗ്രിയും പൂർത്തിയാക്കാത്തവരെയല്ല, പുത്തൻ ആശയങ്ങളുള്ളവർക്ക് സൗദിവൽക്കരണത്തിനിടയിലും ഈ വിപണിയിൽ അവസരങ്ങളുണ്ട്.